ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. തൃശ്ശൂർ സ്റ്റൈലിൽ തേങ്ങ അരച്ചുള്ളൊരു ഫിഷ് കറിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് വറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. നമ്മുടെ ഇവിടെയൊക്കെ വറ്റ എന്നാണ് പറയുന്നത് ഈ ഫിഷിനെ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങയാണ്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ചേർക്കാം. നിങ്ങൾക്ക് എത്രത്തോളമാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കാവുന്നതാണ്. ഈ തേങ്ങ ചേർത്തിട്ട് ഈ തേങ്ങയിലേക്കാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നത്. ഇതിനാവശ്യമായിട്ട് വേണ്ട പൊടികളെന്ന് പറഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇവ മൂന്നും മതി. വേറെ പൊടികളൊന്നും ആവശ്യമില്ല. ഈ 3 പൊടികളും ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് വേണ്ടത് ഒരു ചട്ടി എടുത്ത് അടുപ്പിനകത്ത് വയ്ക്കുക. മണ്ണിൻ്റെ ചട്ടിയാണ്. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വയ്ക്കുക. ഞാൻ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് അതിനകത്തേക്ക് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ള. കുഞ്ഞുള്ളി താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. കുഞ്ഞുള്ളിയാണ് കുറച്ച് ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ സവാള ഉണ്ടായുള്ളൂ. അതിനുശേഷം ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഈ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ചട്ടി ആയതുകൊണ്ട് ചെറിയ തീയിൽ വെക്കണം, കാരണം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ പോരായ പോലെ തോന്നി, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, കുടംപുളി നേരത്തെ ചൂടുവെള്ളത്തിൽ ആവശ്യമുള്ള കുടംപുളി, പുളിക്ക് നമ്മൾ ചേർക്കുന്ന കുടംപുളിയാണ്. ആവശ്യമുള്ള പുളി എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ചേർത്ത് സവാള ഒന്ന് വഴണ്ട് വന്നപ്പോൾ ആ കുടംപുളി ആ വെള്ളം അതിനകത്ത് ചേർത്ത് അതും കൂടി ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്തു. ഈ തിളപ്പിച്ചെടുത്തതിലേക്കാണ് നമ്മൾ ഇനി തേങ്ങയുടെ അരപ്പ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അതൊന്ന് തിളച്ച് വന്നാൽ മതി. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അരപ്പ് ചേർത്തു. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, നന്നായിട്ട് അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച് ഫിഷ് ചേർക്കാവുന്നതാണ്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത്, എത്രയാണോ തിക്നെസ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ചേർക്കുന്നവർക്ക് ചൂടുവെള്ളം ചേർക്കാം. അതല്ല പച്ചവെള്ളം ചേർത്താലും പ്രശ്നമൊന്നുമില്ല. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ അരച്ചിട്ടുള്ളൊരു ഫിഷ് കറി ആണിത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അധികം തിളയ്ക്കൊന്നുണ്ട്, ജസ്റ്റ് ഒരു പത വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള ഫിഷ് എല്ലാം ചേർക്കാം. ഞാൻ എന്താ ഫിഷ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഫിഷും ചേർത്ത് കൊടുക്കുക. ഫിഷെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വിട്ട് കൊടുക്കുക. അധികം വേവൊന്നും വേണ്ട, മീൻ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മുടെ ഫിഷ് കറി ഇതാ തിളച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തിളച്ച് ആവശ്യത്തിന് കുറുക്കി, നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടോ അതുവരെ തിളച്ച് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടേണ്ടതാണ്. അതിനകത്ത് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വറവിടുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടായ രീതിയിലാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുക് ഇടുക, പിന്നെ ഉലുവ ഇടുക. അതിനുശേഷം കടുകൊണ്ട് പൊട്ടിന് ഉലുവ ഇടുക. അതിന് ശേഷം ആ കുഞ്ഞുള്ളി എരിഞ്ഞ് വെച്ചത് അതും ചേർക്കുക. ഇത് മൂന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളറായാൽ മതി. അത്രയും വറുത്താൽ മതി നമുക്ക്. അത് വറുത്തിട്ട് ഈ
വറവ് നമുക്ക് ഫിഷ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതാ നമ്മുടെ കുഞ്ഞുണ്ടയിൽ ഏകദേശം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് കറിവേപ്പില നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ട്. ആ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഇത് കറിയിലേക്ക് വറവൊഴിക്കാം. കറിയിലേക്ക് വറവ് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. അതെല്ലാം ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്. അതും കൂടി ചേർത്ത് യോജിപ്പിച്ച് കറി അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. ഇന്നുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.